എന്തിനാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് തന്നെ നമ്പേഴ്സിൻ്റെ ബേസിലാണ്. എല്ലാം നമ്പേഴ്സാണ്. നിങ്ങളിപ്പോൾ ഒരു പിക്ചർ എടുക്കുക, ആ പിക്ചർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ? നമ്പേഴ്സായിട്ടാണ്. നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്പേഴ്സായിട്ടാണ്. ഒരു പാട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്പേഴ്സായിട്ടാണ്. എന്തും. ഇനി കമ്പ്യൂട്ടറിന് എന്താ അറിയില്ല? ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിയില്ല. ലാംഗ്വേജസ് എന്താണ്, ഇമേജസ് എന്താണ്, കളർ എന്താണ്? എന്താ കളറ്? മഞ്ഞ, ചുവപ്പ്, നീല, ഇതൊന്നും കമ്പ്യൂട്ടറിന് അറിയില്ല. പിന്നെ പേരുകൾ അറിയില്ല, വ്യക്തികളെ അറിയില്ല, ഒന്നും അറിയില്ല. ആകെക്കൂടെ കമ്പ്യൂട്ടേഴ്സിന് അറിയുന്നത് എന്താണ്? നമ്പേഴ്സ്. നമുക്കാണെങ്കിലോ ഈ നമ്പേഴ്സൊക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാത്തിനും പകരം നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പേരുകൾക്ക് പകരം നമ്മൾ നമ്പർ, കളറുകൾക്ക് പകരം നമ്മൾ നമ്പർ, എല്ലാത്തിനും നമ്പർ. മനുഷ്യന്മാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എന്നാൽ കമ്പ്യൂട്ടേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് മാത്രമേ അറിയത്തുള്ളൂ. അത് ഏത് നമ്പറാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഡിഫറൻസിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? മനുഷ്യനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഈ നമ്പറിനെ നമ്മൾ വരുതിയിലാക്കിയത്? കമ്പ്യൂട്ടറിനെ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിയും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആദ്യം നമ്പർ സിസ്റ്റത്തെ പറ്റി പഠിക്കണം. കുറേ നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അതിൽ നമുക്കറിയാവുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്പർ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പറയൂ. ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്. പിന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ദെൻ നിങ്ങൾക്ക് എൻ്റെ മൗസ് കാണാവോ? മൗസ് പോയിന്റർ കാണാവോ? ഇങ്ങനെയൊക്കെ ആക്കുന്നത് കാണാൻ പറ്റുന്നു മൗസ് പോയിന്റർ? കാണാം. ഓക്കെ. ദെൻ വരുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. മെയിനായിട്ട് ഈ 4 നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ വളരെയധികം നമ്മുടെ കമ്പ്യൂട്ടറിന് ഇഷ്ടമുള്ള നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇങ്ങനത്തെ നമ്പേഴ്സിനെ പറ്റിയിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂൾ മൊത്തം ഇതാ നമ്പർ സിസ്റ്റം. അതിലെ കൺവേർഷൻ, ഒരു നമ്പർ സിസ്റ്റത്തിന് വേറെ നമ്പർ സിസ്റ്റത്തിലുള്ള കൺവേർഷൻ, പിന്നെ അത് തന്നെ പലതരം കൺവേർഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മാത്സ് ഇഷ്ടമുള്ളവരുണ്ടാവും, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റംസ് ഒരുപാട് യൂസുകളുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടറിന് ആകെ അറിയുന്നത് കുറച്ച് നമ്പേഴ്സാണ്. അതിന് കളറോ പേരോ ഇമേജോ ഒന്നും അറിയത്തില്ല. ആകെ കുറച്ച് നമ്പേഴ്സാണ് അറിയുന്നത്. അതിലേത് നമ്പർ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരവാണ് ബൈനറി നമ്പേഴ്സ്. എന്താ വരുന്നത്? ബൈനറി നമ്പേഴ്സ്. ഓക്കെ. അതിന് മുന്നേ നമ്മൾ എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് നോക്കുക. ഡെസിമൽ നമ്പർ സിസ്റ്റം, ഓരോ നമ്പർ സിസ്റ്റത്തിനും ഓരോ ബേസ് ഉണ്ട്. ബേസ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആണ് 10. അതിൻ്റെ റീസൺ എന്താണ്? ബേസ് എന്ന് പറയുമ്പോൾ ആ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര നമ്പേഴ്സ് ആണെന്നാണ്. അപ്പം നമ്മൾ എത്ര നമ്പേഴ്സ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? 0, 1, 2, 3, 4 എക്സെട്ര
9 അങ്ങനെ 10 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ കോമ്പിനേഷൻസ് അല്ലേ നമ്മുടെ നമ്പേഴ്സൊക്കെ. 120 അല്ലേ, 1 2 0 ഈ 3 നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് ഈ 120 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പം അതായത് നമ്മൾ മൊത്തം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പം അത് ടോട്ടൽ 10 നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? 10 ആണ്. ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഡിജിറ്റ്സ് ആണ്, 0, 1. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, പിന്നെ അതേപോലെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത് 0 മുതൽ 7 വരെയാണ് ഉള്ള നമ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് ആണ് 8. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 16 നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 0 to 9 വരെയുള്ള നമ്പേഴ്സ്. ദെൻ 10 പകരം യൂസ് ചെയ്യുന്നതാണ് എ, 11 ബി, 12 സി, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, 10 പകരം 11, 12, ദെൻ ടി, ഇ, എഫ്, 13, 14, 15. അതായത് 0 to 9 വരെ, പിന്നെ 10, 11. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ലെറ്റേഴ്സ് ആണ്. കാരണം എന്താ, ലെറ്റേഴ്സ് യൂസ് ചെയ്യും എ ബി സി ഡി ഇ എഫ് എന്ന് ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഇവിടെ 10, 11 ഇതൊക്കെ 2 നമ്പേഴ്സ് അല്ലേ വരുന്നത്. 1 2, 1 3, 1 4. അപ്പൊ നമുക്കത് എഴുതാൻ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് അതിന് പകരമായിട്ടാണ് ഇവിടെ എ ബി സി ഡി എഫ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾസ്. ഇതിന് ജസ്റ്റ് ഒരു സിമ്പിൾസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. 10 പകരം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ എ, 11 പകരം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ബി, 12 പകരം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സി, അങ്ങനെ കണ്ടാൽ മതി ഇതിന്. അപ്പം ഇതിൽ മൊത്തം 16 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. എന്താണ് ബേസ് എന്ന് മനസ്സിലാക്കുക. ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എത്ര നമ്പേഴ്സ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്, അതാണ് അതിന്റെ ബേസ്. ഇനി ഓരോ നമ്പർ സിസ്റ്റത്തിലും ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ 1 2 3 4 1234. ഈ നമ്പറിൽ ഓരോ ഡിജിറ്റിനും ഓരോ വാല്യൂ ഉണ്ട് അല്ലേ. നമ്മളിതിനെ പറയും 1, 10, 100 അങ്ങനെ പറയും, 1000 എന്നൊക്കെ പറയും. അതായത് ഓരോ ഡിജിറ്റിനും നമ്മളിവിടെ ഇതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ എങ്ങനെ കാണുന്നത്, നമ്മൾ 4 into 10 raised to 0 plus 3 into 10 raised to 1 plus 2 into 10 raised to square plus 1 into 10 raised to 3. അപ്പോൾ ഈ ഓരോ ഡിജിറ്റിൻ്റെയും അതിൻ്റെ ഈ നമ്പറിൽ ഓരോ ഡിജിറ്റ് മിസ് കാണുന്നില്ല, സ്ക്രീൻ ഷെയർ ഇല്ല. ഓ, ആർക്കും കാണാൻ പറ്റുന്നില്ല? ഇല്ല, കാണാൻ പറ്റുന്നില്ല. അതിന് മാം അത് എനിക്ക് 2 അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. 2 അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതില് 2 അക്കൗണ്ട് ഉണ്ട്. 2 അക്കൗണ്ടോ? മാം 2 ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, മാമിന് 2 ഇത് കാണുന്നുണ്ട്, 2 എണ്ണമായിട്ട് കാണുന്നുണ്ട്. ഓ റിയലി? ഞാനത് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം.
വോയിസ്. ആ അതെ അതെ. അടിച്ചു പോയി ഗൈസ്. എന്താ ഒന്നില്ലേ. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നില്ലേ? Can you see? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പറയൂ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മ്യൂട്ടൊന്നല്ലല്ലോ, ആരൊന്നും മിണ്ടുന്നില്ല. മ്യൂട്ടായി. കാണാൻ പറ്റുന്നില്ലേ ഇപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? Yes, ma'am. ഓക്കെ. സോ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരു നമ്പർ 1234, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ഇതിൽ ഓരോ നമ്പറിനും ഈ ഒരു നമ്പറിൽ ഓരോ ഡിജിറ്റിനും ഓരോ വാല്യൂ ഉണ്ട്. ആ വാല്യൂ കാണുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് 4 × 10⁻⁴. ഇതാണ് ഈ 4 എന്ന് പറയുന്ന ഡിജിറ്റിൽ ഈ ഒരു നമ്പറിൽ ഈ 4ന്റെ വാല്യൂ. അപ്പോൾ ആ വാല്യൂകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് ആ നമ്പർ കിട്ടുന്നത്. ഓരോ ഡിജിറ്റും അതിൻ്റെ വാല്യൂവും തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ നമ്പർ കിട്ടുന്നത്. അപ്പോൾ 4ന്റെ വാല്യൂ കാണുന്നത് 4 × 10⁻⁴ ആണ്. അതേപോലെ തന്നെ 3ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁴ പ്ലസ് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁴ എത്രയാണ് വരുന്നത്? സ്ക്വയർ പ്ലസ് 1 × 10⁻⁴. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് 1000 പ്ലസ് 200 പ്ലസ് 30 പ്ലസ് 4. ഇതാണ് നമുക്ക് 1234 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അതായത് ഓരോ ഡിജിറ്റിനും ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡിജിറ്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ പറയാം, നമ്മൾ ഇതിനെ ബേസ്, നമ്മൾ ഓരോ നമ്പർ, നമ്മൾ ഒരുപാട് നമ്പർ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ബേസ് ആഡ്. ഇതിപ്പോൾ 10 ബേസിലുള്ള നമ്പറാണ് എന്ന് കാണിക്കാനാണ് നമ്മൾ ഇവിടെ 10 എന്ന് ഇടുന്നത്. ഇങ്ങനെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ബേസ് കൂടെ എഴുതണം. ഓക്കെ. ദെൻ അടുത്ത് വരുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടറിന് ഇഷ്ടമുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഷയാണ് ബൈനറി നമ്പേഴ്സ്. ഓക്കെ. അതിൽ വരുന്നത് 2 ഡിജിറ്റ്സ് ആണ്, 0, 1. ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ എത്തുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റീൻ്റെ ഒരു ചെറിയ ഇതാണ്, അതായത് 0 ഓഫ് ആൻഡ് ഓൺ എന്നുള്ള പോലെയുള്ള സംഭവമാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതായത് നമുക്ക് നിങ്ങളിവിടെ എന്തുകൊണ്ടാണ് ബൈനറി നമ്പേഴ്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത്? നമുക്ക് ഏതൊരു ഡാറ്റേനെയും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇമേജിനൊക്കെ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു ഇമേജ് നിങ്ങളുടെ സ്ക്രീൻ തന്നെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഓരോന്നിനും പറയുന്നത് പിക്സൽ എന്നാണ്. ഇതൊക്കെ ഒരു പിക്സലാണ്. ഈ പിക്സലിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതുപോലെ പിക്സൽസ് ഉണ്ട്. ഈ പിക്സലിന് ഓരോ പിക്സലിനും RGB, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇതിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ആ പിക്സലിന്റെ ഇന്റൻസിറ്റി നമുക്ക് മാറ്റാൻ കഴിയും.
അപ്പോൾ അതിനനുസരിച്ചിട്ട് ആയിരിക്കും അതവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏതാണോ കളറായിട്ട് നമുക്കത് മാറുന്നത് ഇതിൻ്റെ വാല്യൂസിന് ചേഞ്ച് വരുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്പേഴ്സ് ആയിട്ടാണ്. അത് നമുക്ക് ഹെക്സാഡെസിമലിലായിരിക്കും നമുക്ക് കാണുന്നത്. പക്ഷെ അത് പിന്നെ വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്ത് ബൈനറിയിലോട്ട് മാറ്റും. എന്നിട്ട് അങ്ങനെ ഓരോ പിക്സലും ബൈനറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്താവുന്നു, RGBൻ്റെ ഒരു RGB റെഡ് ബ്ലൂ ഗ്രീൻ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ചേഞ്ച് ആയിട്ട് അതിനെ തിരിച്ചിങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. അതിനനുസരിച്ചാണ് നമുക്ക് ആ കളർ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ എഴുതുന്നുണ്ട് മൈ നെയിം ഈസ് അനില എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റ് എഴുതുന്നുണ്ട്. അതിലെ ഓരോ ലെറ്ററും ABCD അതിനൊക്കെ ഓരോ ലെറ്ററും എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നത് എന്താണ്, ആക്ച്വലി അതൊരു ഇമേജ് ആണ്. അതിന് ആ ഇമേജ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോഡുണ്ട്. നമ്മൾ ആസ്കിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആസ്കി നമ്പേഴ്സൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഇത് ഇത്രയേ ഉള്ളൂ. ഈ നമ്പേഴ്സ് ഈ കോഡ് ഇതുപോലുള്ള കോഡുകളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ലെറ്ററിനും ഓരോ സിമ്പിളിനും ഒരു നമ്പറുണ്ട്. അതിനോട് അസോസിയേറ്റ് ചെയ്തൊരു നമ്പറുണ്ട്. ആ നമ്പറായിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റത്തിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് ഓരോ സിമ്പിളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഹ്യൂമണ് മനസ്സിലാവുക എപ്പോഴും ഇമേജസും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ഒരു കൺവേർഷൻ നടക്കും. നമ്മുടെ സിസ്റ്റത്തിനാണ് മനസ്സിലാവുന്നതാണെങ്കിൽ 0,1 കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലോട്ടൊരു കൺവേർഷൻ നടക്കും, നമ്പേഴ്സിൽ നിന്ന് ടെക്സ്റ്റിലോട്ടൊരു കൺവേർഷൻ നടക്കും, നമ്പേഴ്സിൽ നിന്ന് ഇമേജസിലോട്ടൊരു കൺവേർഷൻ നടക്കും. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ നടക്കുന്നുണ്ട്. നമ്പർ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കുക നിങ്ങൾ. എപ്പോഴും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർഷൻസ് ആണ് നടക്കുന്നത്. ഇത് എപ്പോഴും എന്താണ്, ഇത് നമ്മുടെ മെഷീൻ റീഡബിൾ ആണ്. ഇങ്ങോട്ട് വരുമ്പോഴെന്താണ്, അത് ഹ്യൂമൻ റീഡബിൾ. അതായത് ഹ്യൂമന് മനസ്സിലാവുന്ന കാര്യം, അതായത് ഈ ടെക്സ്റ്റും ആണെങ്കിലും അതേപോലെ ഈ ഇമേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഹ്യൂമന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ തിരിച്ച് ഇങ്ങോട്ട് മെഷീന് മനസ്സിലാകുന്നതോ നമ്പേഴ്സും. അപ്പം തിരിച്ച് രണ്ടിലോട്ട് ഓരോ കൺവേർഷൻ നമ്മൾ നടക്കുന്നുണ്ട്. ഇത് ഏറ്റവും എന്തിനു പറയുന്നതാണ്, ലോ ലെവൽ. ഇതൊക്കെ ലോ ലെവലാണ്. ഇതൊന്നും നമുക്ക് ഹ്യൂമന് കുറച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ഹൈ ലെവലായിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലോട്ടും ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലോട്ടും കൺവേർഷൻസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം, അതാണ് അതിൻ്റെ ബേസ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ലാംഗ്വേജിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബേസ് ആണ് ഈ ബൈനറി നമ്പർ സിസ്റ്റം. ഇതിലാകെ കൂടെ ഉള്ളത് എത്രയേ ഉള്ളൂ, 0, 1. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ ബൈനറി നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു നമ്പർ എടുക്കുകയാണ് 10101. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡിജിറ്റിനും ഇവിടെ ഓരോ വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ആക്ച്വൽ ഈ നമ്പർ എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വാല്യൂസ് തമ്മിൽ, ഓരോ ഡിജിറ്റിൻ്റെയും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബേസ് കൊണ്ട് 1 × 2⁻0 1ൻ്റെ വാല്യൂ ആണ്. 0യിൽ ഇതിൽ വരുന്നത് 2⁻1 പ്ലസ് 1 × എങ്ങനെ വരുന്നത് 2⁻2 പ്ലസ് 0 × 2⁻3 പ്ലസ് 1 × 2⁻4. ഇതിപ്പോൾ എത്രയാണ് വരിക, 1 പ്ലസ് 0 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് ഇത് വരും 16. മൊത്തം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 21. ബേസിൽ ഇത് 10th, അതായത് ഡെസിമൽ ബേസിൽ ഇത് 21 ആണ് ഈ നമ്പർ. അതായത് 10101 ബേസ് ആയിട്ടുള്ള ഈ നമ്പർ ഡെസിമലിലേക്ക് എത്തുമ്പോൾ അതെന്താണ്
21 ആണ്. അപ്പം നമ്മൾ ഈ കൺവേർഷൻ നമ്മൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതുപോലുള്ള കൺവേർഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. എല്ലാ ബൈനറി എല്ലാ നമ്പർ സിസ്റ്റത്തിനും എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ മൊത്തം നടക്കുന്നത് എന്താണ്? ഇതുപോലുള്ള കൺവേർഷൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത് 0, 1, 2, 3, 4, 5, 6, 7. ബേസ് 8 ആണ്. 8 നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് 8 ആണ്. ഇനി നമ്മളിപ്പോൾ ഇതിൽ ഒരു നമ്പർ 147 എന്ന് പറയുന്നുള്ള ഒരു നമ്പർ, ഈ നമ്പറിനെ നമ്മൾ എന്താണ്, അത് ബേസ് 7 ബേസ് 8 ഒരു നമ്പർ, 8 ഒരു നമ്പർ. ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ എങ്ങനെ കാണുക? 7 × 8⁻0 പ്ലസ് 4 × 8⁻1 പ്ലസ് 1 × 8⁻, എത്ര വരും? 2 അല്ലേ? അപ്പോൾ ഇത് 7 പ്ലസ് 32 പ്ലസ് എത്ര? 64. ഇതിപ്പോൾ എത്ര ഉണ്ട് ഇതിൽ എന്ന് പറയുമ്പോൾ 64 പ്ലസ് 32 എന്ന് പറയുമ്പോൾ 96 പ്ലസ് 7 103 അല്ലേ? ഓക്കെ, 104 അല്ലേ വരുന്നത്? 96. ഓക്കെ, 103. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അതായത് ബേസ് 10 അത് നമ്മൾ, അതായത് 147 8 ബേസ് 8 ആയിട്ടുള്ള ഒരു നമ്പർ ആക്ച്വലി ബേസ് 10 വരുമ്പോൾ എന്താണ്? 103 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓരോ നമ്പറിലും വരുമ്പോഴുള്ള അതിൻ്റെ വാല്യൂ. ഇനി അടുത്തത് നമ്മുടെ എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ബേസ് 16 ആണ്. 1 0 1 2 3 4 5 6 7 8 9. then A B C D E F. ഇത്രയാണ് നമ്മുടെ എക്സാഡെസിമലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ ബേസ് 16 ആണ്. 16 നമ്പേഴ്സ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ എങ്ങനെ നോക്കുക? ഇപ്പോൾ നിങ്ങൾ 130 എന്ന് പറയുന്ന ഒരു 16 ബേസ് ആയിട്ടുള്ള ഒരു നമ്പർ, 16 ബേസ് ആണ്. ഇത് ആക്ച്വലി എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 0 × 16⁻0 പ്ലസ് 3 × 16⁻1 പ്ലസ് 1 × 16⁻12. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ എത്രയാണ് വരിക? 0 പ്ലസ് 16 സ്ക്വയർ എത്ര കിട്ടുക? 256 അല്ലേ? 16 സ്ക്വയർ. ഓക്കെ, ദെൻ അടുത്തത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടും നമുക്ക്? 304. അതായത് 130 60 എന്ന് പറയുന്നത് 304 10 ബേസ് 10. ഇതാണ് ആ നമ്പർ, ആ കൺവേർഷൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് 4 നമ്പർ സിസ്റ്റത്തിൽ പരിചയപ്പെടുമെന്ന് മാത്രമാണ് ഈ ക്ലാസ്സിലുള്ളൂ നിങ്ങൾക്ക്. ഇനി എങ്ങനെയാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ഓരോ നമ്പർ സിസ്റ്റത്തിൽ ഓരോ നമ്പറിൻ്റെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുന്നതുമാണ് നമ്മളിന്ന് നോക്കിയത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കുക.
ഒരു നമ്പർ 5 6 8 16 ഇതാ നിങ്ങൾക്കുള്ള എക്സസൈസ് ആണ്. ഇത് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മെയിൽ അയക്കുക. വാട്സപ്പിൽ വേണ്ട, മെയിൽ അയച്ചാൽ മതി. എല്ലാവരും മെയിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. അനില പാലൂർ gmail.com. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ബേസ് 10 എന്താണ് കൺവേർട്ട് ടു ബേസ് 10. ബേസ് 10 കൺവേർട്ട് ചെയ്യുക ഈ നമ്പേഴ്സ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണ്ടേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ വേണ്ട, അത് ഞാൻ അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചാൽ മതി. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ജിമെയിലിൽ മെയിൽ അയച്ചാൽ മതി. മെയിൽ അയക്കാനൊക്കെ അറിയില്ലേ? അറിയാത്തവരുണ്ടാവും. അതൊക്കെ പഠിക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ പ്രോഗ്രാമിങ്ങും കമ്പ്യൂട്ടർ എന്താണെന്നും പഠിച്ചാൽ പോരാ, അത് യൂസ് ചെയ്തിട്ടും പഠിക്കണം. കമ്പ്യൂട്ടർ മാത്രമല്ല, മൊബൈൽ ഒരു ആപ്പ്, ജിമെയിൽ ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ ക്ലാസ് റൂം ആണെങ്കിലും ഗൂഗിൾ മീറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൽ പരിചയപ്പെടണം. ബ്രൗസ് ചെയ്ത് നിങ്ങൾ ശീലിക്കണം. ഓരോ കാര്യങ്ങൾ ബ്രൗസ് ചെയ്ത് ഗൂഗിളൊക്കെ നന്നായിട്ട് ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടുന്ന പറയാം. സോ ബ്രൗസ് ചെയ്ത് ശീലിക്കണം. ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി വികസിക്കും. സോ അതൊക്കെ പഠിക്കണം. എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റും ഒരു കമ്പ്യൂട്ടറും അല്ലാതെ മൊബൈൽ ഫോണും എല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. സോ ഓൺലി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ എൻ്റെ ക്ലാസ്സിലോ ഞാൻ എപ്പോഴും പറയുന്നു, എനിക്ക് എപ്പോഴും ഞാൻ ഓൾവേസ് അവൈലബിൾ ഫോർ യു. ഓക്കെ, ഓ ബൈ. പോണ്ടേ? മെയിൽ എത്തിയില്ലെങ്കിൽ പറയണേ. അതെ, മെയിൽ ഇതായിട്ട് അയച്ചില്ല. എന്നാ പാടെ എത്തിക്കോന്ന് അങ്ങനെ മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ എത്തിയില്ല പറയണേ. എത്താത്തോരെ പേര് എങ്ങനെ ഇല്ലാത്തവരെ പേര് മെയിൽ അയച്ചാല് എങ്ങനെ അവിടെ എത്തിക്കോന്ന് ഉറപ്പില്ല. ഞാൻ ഇതുവരെ അയച്ചില്ല മെയിലിൽ കൂടി. അന്നപ്പോ എത്തിയില്ലെങ്കിൽ പേര് പറയണ ചെയ്യാത്തോലെ. അത് പറയാം തീർച്ചയായിട്ടും. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചു. ഇപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്ത ബേസ് 10 അതെ. അതേമാതിരി 16 കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. അത് ഞാൻ ഇപ്പൊ ഇന്ന് എടുക്കാത്തതാണ്. ജസ്റ്റ് നിങ്ങൾ ആദ്യം ഞാൻ ബേസ് 10 നിങ്ങൾ പഠിക്കുക. ഓരോ നമ്പറിൽ നിന്നും ഒരു ബേസ് 10 നിങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് പഠിക്കുക. ബാക്കി എല്ലാം ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഡോണ്ട് വറി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചർ, ഒരു ഡൗട്ട്. ചോദിക്കേ. ABCD ഇല്ലേ, അതെങ്ങനെയാ ഇങ്ങോട്ടാക്ക ഡെസിമൽ ഫോമിലേക്ക് ആക്കണ്ടേ? അതാണ് നിങ്ങൾക്ക് ഞാനത് തന്നത് മനഃപൂർവ്വമാണ്. കാണാൻ പറ്റുന്നില്ലേ സ്ക്രീന്? നമ്മൾ ഇപ്പൊ ചോദിച്ചത് ABCനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നാണ്. ഞാൻ പറഞ്ഞു എക്ക് എന്താണ് ഇവിടെ വാല്യൂ 10 ആണ്. 10 പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് A. 11 പകരം യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് B. 12 പകരം യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് C. സിമ്പിൾ അല്ലേ ഇത്? ഇപ്പൊ നിങ്ങളൊരു നമ്പറാണ് 220A, ഇത് 16 നമ്പറാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? A × 10⁻⁴ പ്ലസ് 0 × 10 അല്ല 16, 16⁻⁴ പ്ലസ് 2 × 16⁻². ദാറ്റ്സ് ഇറ്റ്. ദ സിമ്പിൾ ആസ് ദിസ്. നോക്കൂ, ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ ഇപ്പോൾ എക്ക് പകരം നമ്മൾ വാല്യൂ കൊടുത്താൽ മതി.
എയുടെ വാല്യൂ എന്താ അവിടെ 10 അല്ലേ? 10 ഇൻറ്റു 16⁻0 എത്രയാണ്? 1. 0 ഇൻറ്റു 16 0 പ്ലസ് പിന്നെ ഏതാ വരുന്നത്? 2 ഇൻറ്റു 16 സ്ക്വയർ എത്രയാണ്? 256. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വീണ്ടും നിങ്ങൾ ആ കാൽക്കുലേഷൻ ചെയ്യാം. ശരി. അപ്പോൾ ഇവിടെ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. എന്താണോ വാല്യൂ, അത് ഏത് വാല്യൂവിന് പകരമാണ് നമ്മൾ ആ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. എഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 15 എഫ് കാണുന്നിടത്ത് എന്ത് മാറ്റുക? 15 ആക്കി മാറ്റുക. ഓക്കെ, ഇങ്ങനെ ചെയ്യരുത് കേട്ടാ. നിങ്ങൾ 20A എന്നുള്ളത് അപ്പം തന്നെ ഇതിനെ മാറ്റി 2010 ആക്കരുത്, 2010 ആക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 0 ഇൻറ്റു 16⁻0 പ്ലസ് 1 ഇൻറ്റു 16⁻1. ഇങ്ങനെ ചെയ്യരുത്. ദിസ് ഈസ് റോങ്. നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ മാറ്റുക. അപ്പോഴേ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. ഇവിടെ 20Aക്ക് പകരം 20 2010 എന്നൊന്നും എഴുതരുത്. പിടി കിട്ടിയോ? മിസ് ഒന്നുകൂടെ ലാസ്റ്റ് പറഞ്ഞത് പറയൂ. ഓക്കെ, 20A എന്ന് പറയുന്ന 16 ബേസ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ അതിനെ ഈ ഏനെ മാറ്റിയിട്ട് ഇവിടെ 20 10 എന്ന് എഴുതി നിങ്ങൾ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? 0 ഇൻറ്റു 16⁻0 പ്ലസ് 1 ഇൻറ്റു 16⁻1 നിങ്ങൾ എഴുതും. 0 ഇൻറ്റു 16 സ്ക്വയർ 2 ഇൻറ്റു 16⁻3 എന്ന് നിങ്ങൾ എഴുതും. ദിസ് ഈസ് റോങ്. ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 20A എങ്ങനെയാണ് മാറ്റേണ്ടത്? A ഇൻറ്റു 16⁻0 അവിടെ ആ സിമ്പിൾ തന്നെ എഴുതുക. ഓക്കെ, 0 ഇൻറ്റു 16⁻1 പ്ലസ് 2 ഇൻറ്റു 16 സ്ക്വയർ ഇങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഇനി മാറ്റുക. എക്ക് പകരം എന്ത് നിങ്ങൾ എഴുതുക? 10 ഇൻറ്റു 16⁻0 എന്താണ്? 1. 0 ഇൻറ്റു 16 എത്രയാണ്? 0. 2 ഇൻറ്റു 16 സ്ക്വയർ എത്രയാണ്? 256. ഇപ്പോൾ കറക്റ്റാണ്. ദിസ് ഈസ് റോങ് ആൻഡ് ദിസ് ഈസ് റൈറ്റ്. ഇപ്പം പിടി കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി ടീച്ചറെ, ആ, ടീച്ചർ നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോ ഓരോന്നും അതിന്റെ ബേസ് വെച്ചിട്ടല്ലേ കൺവേർട്ട് ചെയ്തേ? അതെ. അപ്പോ ഇത് ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് ടീച്ചർ പറഞ്ഞില്ലല്ലോ. അപ്പൊ അത് രണ്ട് സെയിം ആണോ? അല്ല, ഞാനിപ്പോ പറഞ്ഞത് മൊത്തം ബേസ് 10 കൺവേർട്ട് ചെയ്യുന്നതാണ്. നിങ്ങള് അല്ല അത് എങ്ങനെ? അല്ല, ഓരോന്നും അതിന്റെ ബേസ് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ബേസ് 10ലേക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവില്ലേ? ആണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓരോ നമ്പർ സിസ്റ്റത്തിനും അതിന്റെ ബേസ് വെച്ച് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എക്ക് ഈ നമ്പറിൽ എന്റെ വാല്യൂ എന്താണ്? അതാണിത്, 10. 0ന്റെ വാല്യൂ എത്രയാണ്? അതാണ് ഇതിൽ കണ്ടുപിടിക്കുന്നത്. 0. 2ന്റെ വാല്യൂ എത്രയാണ്? അതാണ്. അതൊക്കെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? 10 ബേസ് 10ൽ എന്തായിരിക്കും അതിന്റെ വാല്യൂ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബേസ് 10 ഉള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, നിങ്ങളിത് ഒരു നമ്പർ സിസ്റ്റത്തിൽ അതിന്റെ ബേസുമായിട്ട് ഇങ്ങനെ ഇതുപോലെ മൂല്യം കണ്ടുപിടിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്കത് ബേസ് 10 കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ഡൗട്ടൊക്കെ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ക്ലാസ്സിനെ പറ്റി സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എല്ലാവരും
മെയിൽ അയക്കുക, മെസ്സേജ് അയക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. ബൈ.